തൻ്റേതല്ലാത്ത കാരണത്താൽ 2 കുട്ടികളുള്ള തീയ യുവതി 32 ശുദ്ധജാതകം. എന്താ നോക്കുന്ന? എൻ്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. നോക്കും. ഇങ്ങനെ പോയാൽ നിങ്ങൾക്ക് പെണ്ണ് കിട്ടുമെന്ന് തോന്നില്ല കേട്ടോ. ചൊവ്വാദോഷമായി പോയില്ലടോ. ചൊവ്വാദോഷം നിങ്ങൾ FB കണ്ട ആദ്യമല്ല മൂത്രം കോരി മുഖത്തേക്കാൻ പറയുന്നതാണ്. നിങ്ങൾ ഏതെങ്കിലും പെണ്ണുങ്ങൾ കല്യാണം കഴിക്കുക? എടോ ഞാൻ പറഞ്ഞല്ല, ബാബ പറഞ്ഞ. അയക്ക് കല്യാണം കഴിക്കേണ്ട കാര്യമില്ലല്ലോ. ഇങ്ങനെ പോയാൽ 5 കൊല്ലം കഴിഞ്ഞവനൊരു സന്യാസിയാവും. അമ്മേ ഒന്ന് പോചക്ക. എടാ ഉപേന്ദ്രന് നാത്തു പോണം. ഓൻ്റെ അവിടെ കൊടുക്കാനുള്ള അരി സാധനം എല്ലാം മാഷിൻ്റെ അടുത്ത് നിന്ന് എടുത്തോ, പിന്നെ കൊടുക്കാം. ജീപ്പ് എടുത്തോ. ഞാൻ ഒന്ന് കുളിച്ചിട്ട് വരാം. നീ എടേക്ക്. രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ ധീരന്മാർ, രക്തസാക്ഷികൾ ധീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ, ധീരന്മാർ അവർ വീരന്മാർ. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. പ്രിയപ്പെട്ട സഖാക്കളെ, അടുത്തതായി പാർട്ടിക്ക് വേണ്ടി ധീര രക്തസാക്ഷിത്വം വരിച്ച സഖാവ് NK രവീന്ദ്രൻ കുടുംബസഹായ ഫണ്ട് ഉദ്ഘാടനം നിർവഹിക്കുന്നതിനായി ഇന്നും സമരവീര്യം ചോർന്നു പോകാത്ത പാർട്ടിയുടെ ധീര പോരാളിയും ജീവിക്കുന്ന രക്തസാക്ഷിയുമായ സഖാവ് കല്ലേൽ മോഹനെ വേദിയിലേക്ക് ക്ഷണിക്കുന്നു. ആദ്യ സംഭാവനയുടെ ചെക്ക് പാർട്ടിക്ക് വേണ്ടി ഏറ്റുവാങ്ങുന്നത് നമ്മുടെ ജില്ലാ കമ്മിറ്റി അംഗവും പാർട്ടിയുടെ മുന്നണി പോരാളിയുമായ സഖാവ് ചെന്യം സുധാകരനാണ്. ലാൽ സലാം സഖാവേ. ലാൽ സലാം. ഇൻകുലാബ് 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 സിന്ദാബാദ്, ഇൻകുലാബ് 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 സിന്ദാബാദ്. ഈ അവസരത്തിൽ നമ്മളോട് 2 വാക്ക് സംസാരിക്കുന്നതിനായി സഖാവ് ചെന്യം സുധാകരനെ ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ട സഖാക്കളെ, കയ്യൂരിൻ്റെയും കരിവള്ളൂരിൻ്റെയും വിപ്ലവ സ്മരണകൾ തുടിക്കുന്ന ഈ കണ്ണൂരിൻ്റെ മണ്ണിൽ ഒരു രക്തതാരകം കൂടി ഉദിച്ചിരിക്കുന്നു. സഖാവ് NK രവീന്ദ്രൻ. ചെന്നിയത്തിന്റെ മണ്ണിൽ വീണ സഖാവ് രവീന്ദ്രന്റെ ചുടുചോരിയെ സാക്ഷിയാക്കി ഞാനിതാ പ്രഖ്യാപിക്കുന്നു, നമ്മൾ തിരിച്ചടിക്കും, നമ്മൾ തിരിച്ചടിച്ചിരിക്കും, പകരം ചോദിച്ചിരിക്കും. പട്ടിണി പാവങ്ങളുടെയും കർഷകരുടെയും തൊഴിലാളികളുടെയും തോളോട് ചേർന്ന് അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി എന്നും പൊരുതിയ നമ്മുടെ പ്രിയ സഖാവിന്റെ ചോരക്ക് പകരം ചോദിക്കാതെ ചെന്നിയത്തെ ഒരു കമ്മ്യൂണിസ്റ്റുകാരനും ഉറങ്ങുകയില്ല. പ്രിയ സഖാക്കളെ, MSPക്കാരുടെ തോക്കിനു മുന്നിൽ തലകുനിക്കാത്ത ഈ പാർട്ടിയുടെ വീര്യം കെടുത്താൻ സ്റ്റീൽ ബോംബും വടിവാളും കൊണ്ട് കഴിയും എന്ന് കരുതുന്ന മണ്ടന്മാരായ ഫാസിസ്റ്റ് ക്രിമിനലുകളോട് ഞങ്ങൾക്കൊന്നേ പറയാനുള്ളൂ. 100 കണക്കിന് വിപ്ലവകാരികളുടെ ജീവത്യാഗത്തിന്റെ തീയിൽ കുരുത്ത ഈ പ്രസ്ഥാനത്തിന്റെ ഉൾക്കരുത്ത് നിങ്ങൾ ഇനിയും മനസ്സിലാക്കിയിട്ടില്ല, മനസ്സിലാക്കാൻ പോകുന്നതേ ഉള്ളൂ. ഫാസിസ്റ്റ് വർഗീയവാദികൾ ഇന്ത്യ ഭരിക്കുന്നുണ്ടാവും, അവരെ നാം ഓർമ്മിപ്പിക്കട്ടെ. കാവാലികരെ, നിങ്ങളുടെ അധികാര ഹുങ്കിന് മുമ്പിൽ ഓച്ചാനിച്ചു നിൽക്കുന്ന ജാനിക്കുട്ടി, നീ എന്തിനാ എപ്പോ ഇങ്ങനെ പൈസ ചെലവാക്കുന്നത്? എന്റെ ജാനമോൾക്ക് വരച്ചു പഠിക്കാനല്ലേ? നീ മേടിച്ചു കൊടുക്കും, എന്നിട്ട് അതുപോലെ ഓരോന്ന് ഓള് വേണമെന്ന് പറയുമ്പോൾ ഞാൻ ഏടെന്നെടുത്ത് കൊടുക്കാനാ? നെയ്ത്തുശാലയിൽ നിന്ന് ആകെ കിട്ടുന്ന 3000 റുപ്യ. എന്നോട് പറഞ്ഞാ പോരെ? നീ അമേരിക്ക പോവല്ലേ, പിന്നെ നിന്നെ കാണാൻ കൂടി കിട്ടൂല. ഞാൻ മൈസൂരിൽ പോയപ്പോ നീ എന്നെ കാണുന്നില്ലേ? പിന്നെ അമേരിക്കയും മൈസൂരും ഒക്കെ ഇപ്പോൾ ഒരുപോലെ തന്നെയാണ്, വലിയ ദൂരമൊന്നുമില്ല. എൻ്റെ സ്കോളർഷിപ്പ് ഒന്ന് ശരിയായിക്കോട്ടെ. പിന്നെ എൻ്റെ ജാനിമോള് വലുതാവുമ്പോൾ ഞങ്ങളൊന്നിച്ച് അമേരിക്കയിലേക്ക് പോവും, അല്ലേ ജാനിക്കുട്ടി? ടീ, എൻ്റെ പ്രൊജക്റ്റിൻ്റെ ആവശ്യത്തിന് നെയ്ത്തിന്റെ കുറച്ച് ഫോട്ടോ വേണം. ഞാൻ അങ്ങോട്ട് വരാം. ഞാൻ അവിടെ ഉണ്ടാവും. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി പാവക നൈനം ക്ലേദയന്ത്യാവോ ന ശോഷയതി മാരുത. വാളുണ്ട്, അതിനെ മുറിക്കാൻ കഴിയൂല. തീയുണ്ട്, കത്തിക്കാനും കഴിയൂല. വെള്ളം കൊണ്ട് കെടുത്താനും പറ്റൂല. കാറ്റിലത് ഉണങ്ങും. എന്താന്നത്? എന്താ
അതാണ് ആത്മാ. ശരീരത്തെ വാളുകൊണ്ട് മുറിവേൽപ്പിക്കാം, ആൾക്കാരെ കൊല്ലാം. പക്ഷേ ഇതെന്തിനാ ഇനി മാത്രം എടുക്കുന്നത്? ജീവ വരുന്നതല്ല, റിമാൻഡിലല്ലേ? അനശ്വരാണ്. അർജുൻ യുദ്ധക്കളത്തിലെത്തിയപ്പോൾ തോന്നിയ വിഷമം ഇതൊന്നത് ജയിലിലേക്ക് പോണ എനക്കെന്തിനാ പുളിയിഞ്ചി? തിരിച്ചു വരൂല, വരുമ്പല്ലേ അപ്പം നോക്കാം. അതിനത് മോശാവൂല, കൊറേ കാലം നിക്കും. ഞാൻ ഉണ്ടാക്കിയതാന്ന്. എനക്ക് വേണ്ട. ദേഹം മാത്രം അടുത്തോ ഉപേന്ദ്ര, അന്നവിടെ വക്കീല് വെയിറ്റ് ചെയ്യുന്നുണ്ടോ? ഓന്റെ ഇതും കൂടി മുളക്. അതുകൊണ്ട് എല്ലാവരും വീട്ടിൽ പോയി ഗീത മനപ്പാടാക്കും. അപ്പൊ ഇന്നത്തെ ഗീതാ പഠനം കഴിഞ്ഞു. വന്ദേ മാതരം. ഉള്ളിലേക്ക് വെച്ചോ. എടാ ഉപേന്ദ്ര, വന്ന് ഹനുമാൻ സ്വാമിനെ തോന്നിട്ട് പോ. വണ്ടി ചേട്ടാ. ഓ, 2 ആഴ്ച അതിനുള്ളിൽ ഓനെ നമ്മൾ പുറത്തിറക്കില്ലേ? നമ്മള് പുറത്തേക്ക് കേട്ടാ. വാടാ. ആ ശരി. 1-2 ദിവസം സാധനം പാടുണ്ട്, അത് നാളെ എത്തിച്ചേക്കും. എടി, അത് കുറച്ച് പുളിയിഞ്ചിയാ, മൊത്തം തീർക്കല്ലേ, എനക്കൂടി വെക്കണേ. അമ്മ പോയിട്ട് വരാം. നീ എടാ പോന്ന്? കല്യാണത്തിനാ? ഓടോ. ഭഗവത്ഗീത SSLC ബുക്കാ. ആലയിൽ കുറച്ച് മറ്റ് വെച്ചിട്ടുണ്ട്, സീറ്റിട്ട് മൂടി വച്ചേക്കുന്നു. ഇടയ്ക്ക് ഷീറ്റിന്റെ മേലെ ഒന്ന് നനച്ചു കൊടുക്കുന്നു. അതൊക്കല്ലേ? ഡാ, നീ ഇങ്ങോട്ട് വന്ന. നീ എന്തിനാ വിഷമിച്ചിരിക്കുന്നത്? ഡാ, നായിനെ പോലെ ജീവിക്കുന്നതിലും വേഗം നരീനെ പോലെ മരിക്കുന്ന. ഞാൻ പോയിട്ട് വരാം. നീ വിഷമിക്കണ്ട, ഏട്ടൻ പെട്ടെന്ന് ഇങ്ങ് വരൂലേ? അന്യ എന്റെ പേടി. ഏട്ടൻ നിനക്കടുത്തു എന്തോ. വാ, പെട്ടെന്ന് കേറാം. പടം തുടങ്ങി. അയാൾ ഇനി വരുമെന്ന് തോന്നുന്നില്ല. ജനഗണമന കഴിഞ്ഞിട്ട് കേറിയാ പോരെ? എവിടെ എത്തി? എന്തായി? കുറെ നേരമായി തുടങ്ങിയിട്ടേ ഉള്ളൂ. ആ, எவ்வளோ நாளாச்சு? இப்பெல்லாம் அடிக்கடி வர்றது இல்லையா? இது அதே கேமரா தானே? போட்டோ எடுக்கும்போது குறுக்க நிக்காதீங்க. ஜூவனைல் ஹோம்ல மட்டும் என்ன சுத்தி சுத்தி നീ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ടോ? ഞാൻ ഡ്രസ്സൊന്നും എടുത്തില്ല. ഞാൻ വീട്ടിലേക്ക് എന്നെയാ വിട്ടോടെ? അപ്പൊ പോയ ഓട്ടോയിൽ ഐശ്വര്യ വീട്ടിലേക്ക് വന്നോ? എന്നാ ഞാൻ ഡ്രോപ്പ് ചെയ്യാം. വാ. ഈ സാധനത്തിൽ പെട്രോൾ വല്ലതും ഉണ്ടോ? ഉണ്ട്. ആ
ആവശ്യത്തിലധികം കയറിക്കും. ഓക്കെ, അപ്പം ശരി, വിളിക്കാം. ഭഗവാനെ, എന്തെങ്കിലും മനസ്സമാനത്തോടെ എനിക്ക് ഭക്ഷണം കഴിക്കാം. ഇല്ല, എന്റെ തലയിലാവില്ല. എന്നും പറഞ്ഞേ നീ അത് മുതലാക്കാൻ നിൽക്കണ്ട. അവിടെ ക്യാഷ് ഒന്നും ഇല്ല. What you guys are talking about me? He's saying that this time he escaped from paying the bill. Hey Manju, eat as much as you can, okay? This time I'm going to pay the bill. How much did you get back from Martin? 25K, dude. ആഹാ, அப்படினா ഇന്ന് നമുക്ക് ലാവിഷ് பண்ணிடலாம். ഹലോ ഹലോ അപ്പോൾ ഒരു ചില്ലി ചിക്കൻ കൂടെ സർ, ഐ ഗോട്ട് ദ മെയിൽ. ഹലോ ഹലോ സർ, ഹലോ സർ, ഐ തോട്ട് ദാറ്റ് സർ, I made 5 calls. Of this 3 will be surely converted. There's a chance for getting 1 tonight. Yes, sir. ഞാനിവിടെ ഉണ്ട്. Okay. As soon as I get it, I'll log the sale order in the application. എവിടെ? Thank you, sir. Okay. സയ്യാജി റാവ് റോഡോ? ഞാൻ വരാം. ആ ശരി, ഓക്കെ, ബൈ. ഓഫീസ് ഭയങ്കര ഉറപ്പിക്കലാണ് അവളെ. ഞാൻ ഈ വീക്കെൻഡ് എന്തായാലും നാട്ടിലേക്ക് പോകുന്നു. ശനിയാഴ്ച ഉഗാദിയുടെ അവധി ഉണ്ടല്ലോ. അപ്പോൾ ഫ്രൈഡേ ഒരു ലീവ് എടുത്താൽ മൺഡേ ഓഫീസിൽ പോയാൽ മതി. അതുമാത്രമല്ല, ശനിയാഴ്ച വടക്കേക്കാലം തെയ്യല്ലേ. നീ വരുന്നുണ്ടോ? ഇല്ലപ്പാ, പ്രൊജക്റ്റ് വർക്ക് ഒന്നും കഴിഞ്ഞിട്ടില്ല. ഞാൻ വേറൊന്നും കൊണ്ടല്ല, നമ്മുടെ നാട്ടിലെ തെയ്യല്ലേ. പിന്നെ ഈ വടക്കേക്കാല തെയ്യത്തിൻ്റെ ശക്തി വേറെയാ. അതായത് 1 കൊല്ലം മുന്നേ തെയ്യം പറഞ്ഞ് എനിക്ക് ജോലി കിട്ടുമെന്ന്. എനിക്ക് കിട്ടിയില്ലേ? അതെന്നോടും പറഞ്ഞതാ. എന്ത്? കൊല്ലത്തോട് കൊല്ലം തികയുന്ന സമയത്തിങ്കൽ സർവമാംഗല്യ സൗഭാഗ്യങ്ങളും കഞ്ഞിയും കുഞ്ഞിയും എല്ലാം വരുത്തി തന്ന് ഗുണം വരുത്തി സന്തോഷിപ്പിക്കുന്നുണ്ടെൻ്റെ പൈതങ്ങളെ എന്ന്. എന്നിട്ട് എൻ്റെ കല്യാണം കഴിഞ്ഞു. അതിനിപ്പോൾ തെയ്യം മാത്രം വിചാരിച്ച പോരല്ലോ. അയ്യടാ, എനിക്കിപ്പം കല്യാണമൊന്നും കഴിക്കണ്ട. അതുമല്ല, സ്കോളർഷിപ്പ് കിട്ടിയാൽ ഞാൻ ഉടനെ US വിടും. നീ ഇന്നലെ എന്തോ അത്യാവശ്യമായിട്ട് പറയണമെന്ന് പറഞ്ഞില്ല, എന്തേനു? അതോ? അതൊന്നുമില്ല. ഒന്നുമില്ലെന്നേ. മാറി എന്ന് സംസാരിക്കുന്നവർക്കൊന്നും ഇവിടെ ഫുഡില്ല. സിസ്ലേഴ്സ് ഒക്കെ കഴിയാറായി. വാടി ഇവിടെ. അല്ലെങ്കിൽ ഞാനും വരാം തെയ്യത്തിന്.
അങ്ങനെയാണെങ്കിൽ ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്യട്ടോ ഓൺലൈനിൽ. ശരി. നീ ധർമ്മടന്തുരത്തിൽ പോയിണ്ട? കുഞ്ഞായിരുന്നപ്പോൾ അച്ഛൻ്റെ കൂടെ പോയിട്ടേ ഉള്ളൂ. ആ, ഞാനിപ്പോൾ പോയിട്ട് കുറേ ആയി. ശനിയാഴ്ച തെയ്യം കഴിഞ്ഞിട്ട് ഞായറാഴ്ച പോയാലോ? വീട്ടിൽ നിന്ന് ചാടാനാന്ന് പാട്. എന്തെങ്കിലും പറഞ്ഞു നോക്കാം. ആന്റി. ആ അമ്മ. അങ്ങനെയാണെ ശനിയാഴ്ച പോയിക്കൂടെ എന്നാ? ആ, എന്തേലും നേരത്തെ ചോദിച്ചില്ലേ പിന്നെ പറയാന്ന് പറഞ്ഞ കാര്യം? ഒന്നുമില്ല, എനിക്ക് നിന്നെ ഇഷ്ടം, അത്രേ ഉള്ളൂ. ദുഃഖിപ്പതിനവകാശമില്ലേതുമേ ദുഃഖേന കിം ഫലം മൃത്യുവശാത്മനം താതനെന്നാകിലും പുത്രനെന്നാകിലും പ്രേതരായാൽ അതിമൂഢരായുള്ളവർ മാറത്തലച്ചു തുതിച്ചു മുറവിളിച്ച് ഏറെ തളർന്നു മോഹിച്ചു വിനീടുവോ നിസാരമെത്രയും സംസാരമോർക്കിലോ സത്സംഗമൊന്നേ ശുഭകരമായുള്ളൂ തത്ര സൗഖ്യം വറുത്തിടുവാൻ നല്ലതു നിത്യമായുള്ള ശാന്തി അറിക നീ ജന്മമുണ്ടാകിൽ മരണവും നിശ്ചയം ജന്മം മരിച്ചവർക്കും വെറും നിർണയം ആർക്കും കരുത്തരുതാതൊരവസ്ഥയിൽ നോക്കണമെല്ലാം കർമ്മവശാഗതം തത്വമറിഞ്ഞുള്ള വിദ്വാൻ ഒരിക്കലും ഉണ്ണിയോടെ കാമറ നീ കടവിൽ നിന്നാ മതി, ഞാൻ അങ്ങോട്ട് വരാം. ഒരു 5 മിനിറ്റ്. ഇവിടെ വണ്ടി എടുക്കടാ. ഞാൻ വരാം. എടുക്ക്. ഞാനിപ്പോൾ എൻ്റെ വീട്ടിൽ നിന്ന് വരുവാ. ഓൻ്റെ അമ്മേൻ്റെ കരച്ചിൽ കണ്ടിട്ട് സഹിക്കാൻ പറ്റുന്നില്ല ശിവ. ഓൻ എനക്ക് സ്വന്തം മോനെ പോലെയാ. ആ കാര്യപ്പള്ളി ദിനേശ് ഓൻ്റെ തല എൻ്റെ പിന്നിൽ. ഓൻ്റെ തല അമ്മക്കെടുക്കണം. മാഷ ആലോചിക്കാൻ നേരമില്ല. നമ്മളിടെ എന്തിനു റെഡിയാന്ന് പിള്ളേർ കത്ത് നിൽക്കുമെന്ന്. ഇനി ഇതിങ്ങനെ വിടാൻ പറ്റൂല. വിട്ടാ ഇനിയും നമ്മുടെ പിള്ളേർ ചോര ഇവിടെ പോവും. പണി ഇന്ന് തന്നെ നടക്കും. പക്ഷേ മാഷ് ബേജാറാവണ്ട. എന്താ ബൈക്ക് എവിടെയാ? 3 കൊണ്ടുപോയി ഫുഡും കുപ്പി മേടിക്കാനായിട്ട്. കേള് നമ്പയാടാ 2.5 കിട്ടും. 1-2 ഏറ്റവും കൂടെ കയറണം. 3 റുപ്യ ഉദയനെടുത്ത് കൊടുക്കാൻ പറ. ബാക്കി എറണാകുളത്ത് കൊടുത്തോളാന്ന് അവരോട് പറ. ചാവി കൊടുക്കടാ. നീ കുറച്ചു നേരം ഇടിയിരിക്കും, അല്ലെങ്കിൽ ഒരു ഓട്ടോറിക്ഷ പിടിച്ചു പാ.
ആടാ ആരാ? ഞാൻ ആനന്ദ്. ആടക്ക് അനങ്ങല്ല. ഉണ്ണിയേട്ടാ, നീ എന്തിനാ ഏട് വന്നത്? ഉപേന്ദ്രേട്ടൻ പോയി. പകരം കാരിപ്പള്ളി ദിനേശനായിരിക്കും അല്ലേ? ദിനേശൻ തീർന്നാൽ പിന്നെ അവരെ ചാൻസ്. ഇടുന്ന ആരായിരിക്കും? അപ്പോൾ ജഗദീശന് ഇക്കളി തീരാനായാലും ഉണ്ണിയേട്ടാ, പ്ലീസ് കൊല്ലരുത്. ഓന് നന്ദു, നീ ഇത്ര ബേഡനായി പോയല്ലോ. ആണുങ്ങളിങ്ങനെ പറയല്. നമ്മുടെ ഉപേന്ദ്രൻ കിടന്ന കിടപ്പ് നീ കണ്ടിട്ടാ? ഇല്ലല്ല, കഷ്ണങ്ങൾ ഭാരി കൂട്ടുകായിരുന്നു. ഓൻ പൊറുക്കും എന്നോട്. നീ ആണാണെന്നുണ്ടെ പോയി വെട്ട ആ ദിനേശൻ കാരിപ്പള്ളീനെ. ഉപേന്ദ്രേട്ടനൊരു പാവത്താനേനും നിങ്ങളെ കൂടി ഉറ കൊല കൊടുത്തത്. കൊന്നാലും ചത്താലും നിങ്ങൾക്ക് തന്നെ ലാഭം. ഉണ്ണിയേട്ടാ നോയിക്കോ, ഇനി നിങ്ങൾക്ക് ഒന്നാ ഞാൻ കണ്ടോണ്ടിരിക്കൂല. ഓലക്കാക്കല് നീ ഈടെ വന്നിട്ട് തെണ്ടിയാരിളക്കിച്ച് ജീവനോളം നീ തിരിച്ചു പോവില്ല. ഗോയെന്ന് പറഞ്ഞ മരുമോനായി പോയി. അല്ലെങ്കിൽ അവൻ്റെ കൊട്ട് പറക്കേണ്ടി വരട്ടി. പോയിക്കോ, ആനൊക്കെ ഞാൻ വെച്ചിട്ടുണ്ട്. ഹലോ നന്ദു, എന്തായി? ആ, പോസ്റ്റ്മോർട്ടം കഴിഞ്ഞ് ബോഡി വന്നിട്ടില്ല. എനിക്ക് നിൻ്റെ ദിനേശാൻ്റെ നമ്പർ ഒന്ന് അയച്ചു തരുമോ? അത്യാവശ്യമാണ്. ദിനേശ് ചേട്ടൻ്റെയോ? എന്തിനാ? അത് ഞാൻ പറയാം, എന്നോട് പിന്നെ പറയാം. ഒന്ന് പെട്ടെന്ന് അയക്കുക. ഓക്കെ. നീ എന്നാ തിരിച്ചു വരുന്നത്? ഞാൻ നിന്നെ രാത്രിയിൽ വിളിക്കാമോ? ഹലോ ഹലോ, ഞാൻ ആനന്ദ്, ഐശ്വര്യൻ്റെ ഫ്രണ്ട്. ഐശ്വര്യൻ്റെ? ആ, മൈസൂർ പഠിക്കുന്ന നിങ്ങളെ കസിൻ ഇല്ലേ ഐശ്വര്യ? ഓ, അമ്മൂൻ്റെ. ആ, എനിക്ക് നിങ്ങളൊന്ന് അത്യാവശ്യമായിട്ട് കാണണം. ഞാൻ ഇപ്പോൾ കുറച്ച് തിരക്കിൽ ആസ്പത്രിയിലാണ്, പിന്നെ കണ്ടാൽ മയ്യ. അല്ല, ഇപ്പം തന്നെ കാണണം, അത്രയ്ക്ക് അത്യാവശ്യമായിട്ടുള്ള കാര്യം. നിങ്ങളെവിടെയാ? ഞാൻ കീരിച്ചാലിനടുത്തുണ്ട്. ഞാൻ ഇപ്പോൾ ചെന്നൈത്ത് PHC-ലാണ്. വരികയാണെങ്കിൽ ഇപ്പം തന്നെ വരണം, ഞാൻ ഇവിടുന്ന് പോവും. ഞാൻ ഇപ്പം വരാം. മോളെ, പേടിക്കാനൊന്നുമില്ല. AKG ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവന്നതാണ് നല്ലത്. എന്നാൽ ഇനി താമസിക്കണ്ട. ശരി. ദിനേശ് ചേട്ടാ, ഞാൻ ആനന്ദ്. നേരത്തെ വിളിച്ചിട്ടില്ലേ ഐശ്വര്യൻ്റെ? ആ, സഖാവ് ആംബുലൻസ് തായുണ്ട്, ഞാൻ ഇപ്പോൾ വരാം. ഇന്ന് നിങ്ങൾക്ക് ആരോ ഒരു അറ്റാക്ക് ഉണ്ടാവും. നിങ്ങൾ ഒറ്റയ്ക്ക് എവിടെയും പോകരുത്. നിങ്ങളാരാ? കാവിലേരിയിലെ PP ഗോവിന്ദൻ, എൻ്റെ അമ്മോന. ഇതെനിക്ക് നേരിട്ട് അറിയുന്ന ആര്യ. നിങ്ങളിതിപ്പോൾ എന്നോട് പറഞ്ഞാൽ എനിക്ക് നന്ദിയുണ്ട്. നിങ്ങളുടെ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇത് ചെയ്യൂല. പക്ഷേ ഇപ്പോൾ കുഞ്ഞിനെ ആസ്പത്രി കൊണ്ടുപോകാൻ ഞാൻ മാത്രമേ ഉള്ളൂ. പിന്നെ അവരെന്നെ കൊല്ലാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ അവരത് ചെയ്യും. പേടിച്ചു വിളിച്ച നായനെ പോലെ ചാവുന്നതിനേക്കാൾ നല്ലതല്ലേ അന്തോസോടെ ചാവുന്നു. അവർ വരട്ടെ. ഇത് പേടിയുടെ പ്രശ്നമല്ലല്ലോ ദിനേശ് ചേട്ടാ. നമുക്ക് വിശദമായിട്ട് പിന്നെ സംസാരിക്കാം. ഇപ്പം ലേറ്റായി. കാരുണ്യ ലോട്ടറി നാളത്തെ കാരുണ്യ ഏട്ടാ, ഒരു കാരുണ്യ ലോട്ടറി എടുക്കണ്ട. സഖാ മുമ്പിലേക്ക് വരിക്കോ, ഹർത്താലല്ലേ.
ഇന്ദിരച്ചി ദിനേശേട്ടൻ പോയി അമ്മു. അമ്മു നന്ദു എനിക്ക് തുളസേട്ടാ പുറത്തേക്ക് വന്ന് പുറത്തേക്ക് വാ വാ. വാ വേഗം വാന്ന്. എന്നാ തുളസേട്ടാ? നമ്മുടെ ആൾക്കാരല്ല ഒളിവിലാന്ന്. നീയും കുറച്ച് ദിവസം തുരുത്തി പൊളിച്ചേക്കാൻ അച്ഛൻ പറഞ്ഞു. ഞാൻ എന്തിനെ കണ്ട്? നീ ആ കാര്യപ്പള്ളി തന്നെ വിളിച്ചനാ? വിളിച്ചിന്. നീ ഓൻ അവസാനം വിളിച്ചിനി. പോലീസിനെ അറസ്റ്റ് ചെയ്യാൻ നിൽക്കുന്നുണ്ട്. ഓ രാവിലെ തന്നാ ഇപ്പൊ സ്റ്റേഷൻ നീട്ടി വരാം. ഞാൻ ആരെയും കൊന്നിട്ടില്ല. ഇവിടുന്ന് ഞാൻ മാറിക്കൂല. ഡാ അതെല്ലാം പിന്നല്ലേ തെളിയിക്കാനാവുമല്ലോ. പിടിക്കപ്പെട്ട 3 മാസം അകത്ത് ഇറക്കേണ്ടി വരും. പിന്നെ ഇളയപ്പനോട് അച്ഛൻ പറഞ്ഞോളൂ. ഇവ ഡാ അത് നീ പോണാക്കല്ല, പോലീസ് ട്രേസ് ചെയ്യും. ഇവ കാർമുകിൽ മൂടണ് മൂളണ് മൗനമെങ്ങും മൂവന്തി മുറ്റത്തെ ചായില്യ ചോരയിൽ കതിരോനൊടുങ്ങിയല്ലോ മാരിവിൽ മായണ് കാർമുകിൽ മൂടണ് മൂളണ് മൗനമെങ്ങും ചായില്യ ചോരയിൽ കതിരോനൊടുങ്ങിയല്ലോ ചന്ദ്രനുദിച്ചില താര
കാറ്റിലണയണ് കൂരിരുളെങ്ങുമെങ്ങും മാരിവിൽ മായണ് കാർമുകിൽ മൂടണ് മൂളണ് മൗനമെങ്ങും മൂവന്തി മുറ്റത്തെ ചായില്യ ചോരയിൽ കതിരോനൊടുങ്ങിയല്ലോ കാർമുകിൽ മൂടണ് മൂളണ് മൗനമെങ്ങും മൂവന്തി മുറ്റത്തെ ചായില്യ ചോരയിൽ കതിരോനൊടുങ്ങിയല്ലോ ഇളം മുളങ്കൂട്ടം പോൽ തുണയറ്റോർ കേഴുമ്പോ ചെകിടനോ ചോവറേ നീ ദൈവക്കരുവാവാ ഇനിയും പയറ്റണോ അരുമക്കിടാങ്ങളൻ ദൈവേ ദൈവക്കരുവാവാ ഇനിയും പയറ്റണോ അരുമക്കിടാങ്ങളൻ ദൈവേ മാരിവിൽ മായണ് കാർമുകിൽ മൂടണ് മൂളണ് മൗനമെങ്ങും മൂവന്തി മുറ്റത്തെ ചായില്യ ചോരയിൽ കതിരോനൊടുങ്ങിയല്ലോ ഞായറാഴ്ചയാണ് മീറ്റിംഗ് വെച്ചിട്ടുള്ളത്. സഖാവ് കൂടെ പങ്കെടുക്കണം. എനിക്ക് വരാൻ കഴിയില്ല. അവിടെ വന്നാൽ ചിലപ്പോൾ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. നിർബന്ധിക്കുന്നില്ല. പക്ഷേ സഖാവ് ദിനേശൻ്റെ അഭാവത്തിൽ സഖാവ് രാധിക പാർട്ടിൻ്റെ ഉത്തരവാദിത്തപ്പെട്ട ചുമതലകൾ ഏറ്റെടുക്കണമെന്നാണ് പാർട്ടിൻ്റെ തീരുമാനം. ദിനേശ് ചേട്ടൻ പാർട്ടിയിൽ വഹിച്ചിരുന്ന ചുമതലകൾ എന്നെപ്പോലൊരു പെണ്ണിനെ ഏറ്റെടുക്കാൻ പറ്റുന്ന കാര്യങ്ങളല്ല. ദയവായി എന്നെ ഒഴിവാക്കണം. എനിക്കൊരു മോനുണ്ട്. എനിക്കൊരു ജോലിയുള്ളതുകൊണ്ട് ഞാൻ അവനെ എങ്ങനെയും വളർത്തും. ഞാൻ പോട്ടെ.